ഹലോ ഗൈസ്, ദിസ് ഇസ് നോട്ട് എ റിവ്യൂ. ടോക്സിക് സിനിമയായിട്ട് ബന്ധപ്പെട്ട് എനിക്കുണ്ടായിട്ടുള്ള വളരെ വളരെ മോശമായിട്ടുള്ള, ഞാൻ അപമാനിക്കപ്പെട്ടു എന്നുള്ള കാര്യത്തിൽ എനിക്ക് സ്വയം ബോധ്യമുള്ള ചില ചില അനുഭവങ്ങളും സംഭവങ്ങളൊക്കെയാണ് പറയാൻ പോണത്. അപ്പൊ ഞാൻ ഇന്ന് സിനിമ കാണാൻ പോയി. രാത്രി 8:30 സിനിമ. മഞ്ചേരിക്കാരിലെ ഫ്രീ തിയേറ്ററിൽ പോയി വിത്ത് ഫാമിലി, അങ്ങനെയാണ് പോയത്. അവിടെ ചെന്നപ്പോൾ കുറേ ജെൻസ് ഉണ്ടായിരുന്നു, കുറച്ച് ലേഡീസ് ഉണ്ടായിരുന്നു. സിനിമ കാണാൻ വേണ്ടി കയറിയിരുന്നു. സിനിമ തുടങ്ങി ആദ്യത്തെ ഒരു സെക്കൻഡിന്റെ ഉള്ളിൽ ഒരു കമന്റ് ഇവിടുന്ന് വന്നു. അപ്പോഴേക്കും അപ്പുറത്തുനിന്ന് വേറെ കമന്റ് വന്നു, വീണ്ടും കമന്റ് വരുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു ഇത് അവസാനിക്കുന്നു, പക്ഷെ അവസാനിച്ചില്ല. സിനിമ 1.5 മണിക്കൂറായിരുന്നു ഫസ്റ്റ് ഹാഫ് ഉണ്ടായിരുന്നത്. ആ ഫസ്റ്റ് ഹാഫ് കഴിയുന്നവരേക്കും പ്രേക്ഷകർക്ക് ഒന്നും കേൾക്കാൻ സമ്മതിക്കാത്ത വിധത്തിൽ, സിനിമയിലേക്ക് നമ്മളെ ആസ്വദിക്കാൻ വിടാത്ത തരത്തിൽ ഇങ്ങനെ കമന്റ്സ് വന്നുകൊണ്ടിരിക്കുക. അപ്പൊ അത് വെറും കമന്റ്സ് ആയിരുന്നെങ്കിൽ പിന്നെ ഞാൻ പോട്ടെന്ന് വെക്കായിരുന്നു. പക്ഷേ ഏറ്റവും മോശമായ ഭാഷയ്ക്ക്, അതും ഇത്തിരി പബ്ലിക് ആയിട്ടൊന്നും ഒരിക്കലും വന്ന് പറഞ്ഞുകൂടാത്ത, പറയാൻ പാടില്ലാത്ത രീതിക്കുള്ള അത്രയും മോശമായിട്ടുള്ള ഭാഷകളാണ് അതിനകത്ത് വന്നത് മൊത്തം. അപ്പൊ ഓൾറെഡി ഇതിനകത്ത് ഇന്റിമേറ്റ് സീൻസ് ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ടാണ് ഇവരൊക്കെ സിനിമ കാണാൻ വന്നിട്ടുള്ളത്. റിവ്യൂ കേട്ടിട്ട് ഇവർക്ക് അറിയാം ഇതിനകത്ത് ഒരുപാട് ഇന്റിമേറ്റ് സീൻസ് ഒക്കെ വരുന്നുണ്ടെന്ന്. അപ്പൊ ആ അറിവിന്റെ പുറത്ത് വന്നിട്ട് സിനിമയെ മുൻവിധിയോട് കൂടി കാണുകയാണ്. അപ്പൊ ഇപ്പുറത്തെ സിനിമ ആസ്വദിക്കാൻ നമ്മളൊക്കെ ക്യാഷ് കൊടുത്ത് വന്നിരിക്കുന്നുണ്ട്. ആ സിനിമ നല്ലതാണോ മോശമാണോ എന്നൊക്കെ സ്വയം നമ്മൾ വിലയിരുത്തേണ്ട കാര്യമാണ്. പക്ഷെ ആ വിലയിരുത്താൻ പോലും നമ്മൾ സമ്മതിക്കാത്ത വിധത്തിൽ ഈ ഇന്റിമേറ്റ് സീൻസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വേർഡ്സ്, ഇപ്പൊ പ്ലക്കലാണ് മെയിൻ ആയിട്ട് വരുന്ന സംഭവം. നീ പ്ലക്കിക്കോ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ തുടങ്ങുകയാണ് ഇവർ കമന്റ്സ് പറയാൻ. പക്ഷെ ആ കമന്റ്സ് പറഞ്ഞ് ഒരു ലേഡിയെ സ്ക്രീനിൽ കാണുന്ന സമയത്ത് ഒരുത്തം വിളിച്ചു പറയും അവളെ കമഴ്ത്തി കടത്തിയിട്ട് ഇങ്ങനെ ചെയ്യുന്നു പറയും, അടുത്തവൻ വിളിച്ചു പറയും അവളെ മലർത്തി കടത്തിയിട്ട് ചെയ്യുന്നു പറയും. അപ്പൊ അതൊരു ലിമിറ്റ് വിട്ട് നമുക്ക് അവിടെ കേട്ടിരിക്കാൻ പറ്റാത്ത രീതിക്ക് ഈ ഫാമിലി ആയിട്ട് വരുന്ന, ഒരു ഫാമിലി എന്നല്ല, ഒരു അത്യാവശ്യമൊക്കെ സാമാന്യമായിട്ടുള്ള ഒരു സംഭവങ്ങളൊക്കെ മര്യാദയ്ക്ക് കീപ്പ് ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം കേട്ടിരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഒരു മടിയും ഇല്ലാണ്ട് ഇവര് വിളിച്ചു പറയാം. പിന്നെ ഇവരുടെ ഫാന്റസികൾ വിളിച്ചു പറയാണ്. അത് കഴിഞ്ഞ് ഈ സംഭവം നിർത്തുന്നില്ല. ഓക്കെ, ഫസ്റ്റ് ഹാഫ് എങ്ങനെയൊക്കെയോ തീർത്തു, സെക്കൻഡ് ഹാഫ് പിന്നെ എങ്ങനെയൊക്കെ തീർത്തങ്ങ് പോവാന്ന് വിചാരിക്കാൻ വെച്ചു. പക്ഷെ സെക്കൻഡ് ഹാഫ് തുടങ്ങി കഴിഞ്ഞ് എനിക്ക് 20 മിനിറ്റ് മാത്രമേ ഇരിക്കാൻ പറ്റുള്ളൂ. കാരണം ആ 20 മിനിറ്റിന്റെ ഉള്ളിൽ ഇവര് ഒന്ന് ചുരുളി ഭാഷയിൽ തെറിയിലേക്ക് പോയി. പച്ചയ്ക്കിരുന്ന ആ ലെവൽ, തങ്കം ചേട്ടന്റെ മറ്റേത് മറിച്ച് ആ ലെവൽ തെറിയിലേക്ക് പോയി തുടങ്ങി. അതും പോരാണ്ട് വളരെ മോശമായ രീതിക്ക് മാസ്റ്റുർബേഷൻ കാര്യങ്ങളൊക്കെ പച്ചയ്ക്ക് മലയാളത്തില്, അതും വെറും കൊളക്കിലായിട്ടുള്ള വേർഡൊക്കെ യൂസ് ചെയ്തിട്ട് പറയാൻ തുടങ്ങി. ആ പറയുന്നു ഡയലോഗ്സ്, നമുക്ക് സിനിമയ്ക്കകത്തുള്ള ഡയലോഗ്സ് ഒന്നും കേൾക്കുന്നില്ല, സിനിമ എന്താണെന്ന് ആസ്വദിക്കാൻ പറ്റുന്നില്ല. അതിനപ്പുറത്തേക്ക് നമ്മൾ ക്യാഷും മുടക്കി ഫാമിലിനെയും കൊണ്ടൊക്കെ വന്നിട്ട് ഇത്രയും ക്യാഷ്, പെട്രോളിന് ചെലവുണ്ട്, ടിക്കറ്റിന് ചെലവുണ്ട്, നമ്മൾ സ്നാക്സിന് വേറെ ചെലവുണ്ട്, ഇതൊക്കെ എടുത്ത് വന്നിട്ട് നമ്മൾ കേൾക്കേണ്ടി വരുന്നത് ഇമാതിരി പെർവേഷൻ സംഭവങ്ങളൊക്കെയാണ്. അപ്പം ഇതൊരു സിവിക് സെൻസിൽ പെടുന്ന കാര്യമല്ലല്ലോ. സിവിക് സെൻസ് എന്ന് പറയുന്ന സംഭവത്തിന് വിരുദ്ധമായിട്ടുള്ള കാര്യമാണ്. അപ്പൊ ഇതെല്ലാം നമുക്ക് അവിടെ കിട്ടേണ്ടത് എന്നുള്ള നല്ല ബോധ്യമുണ്ട്. നിവൃത്തികെട്ട് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി പോന്നു. അപ്പൊ കംപ്ലൈന്റ് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ പുറത്തൊരു, അവിടെ തിയേറ്ററിൽ വരുന്നവർക്കറിയാം കുറച്ച് പ്രായമായിട്ടുള്ള സെക്യൂരിറ്റി ആണുള്ളത്. അപ്പൊ പുള്ളിയോട് പറഞ്ഞിട്ട് പ്രത്യേകിച്ച് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ ഞാനായിട്ട് പ്രതികരിക്കാൻ പോയി കഴിഞ്ഞാൽ അത് എന്റെ കൈ നിൽക്കുന്ന കാര്യമല്ല. പക്ഷെ ഒരിക്കലും ഒരു തിയേറ്ററിലും ഇങ്ങനെ സംഭവിച്ചു കൂടാന്നുള്ളതാണ് എന്റെ ഒരു അഭിപ്രായം. അപ്പൊ ഞാൻ വിചാരിച്ചത് ഇവിടെ മാത്രമാണെന്ന്. പക്ഷെ അവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞ് ആണ് ഞാൻ അറിയുന്നത് ഇതേ സംഭവം മറ്റു പലയിടങ്ങളിലും നടക്കുന്നുണ്ട്. കേട്ടാൽ അറയ്ക്കുന്ന രീതിക്കുള്ള തെറികളൊക്കെയാണ് ആളുകൾ വിളിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മുടെ ഉള്ളിലെ ഒരു കൗതുകത്തിന്റെ പുറത്തോ താല്പര്യത്തിന്റെ പുറത്തോ തമാശയുടെ ഭാഗമൊക്കെ ആയിട്ടാണ് ഈ പറയുന്ന തെറികളും ഈ പറയുന്ന അശ്ലീലമായിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ദയവ് ചെയ്താലും തിയേറ്ററിനകത്ത് കയറിയിട്ട് പരിപാടി കാണിക്കരുത്. ഫാമിലി വരുന്നുണ്ടായിരിക്കും, സ്ത്രീകൾ വരുന്നുണ്ടായിരിക്കും, സിനിമയെ വളരെയധികം ഗൗരവത്തോടു കൂടി കാണുന്ന പലരും വരുന്നുണ്ടായിരിക്കും. അപ്പൊ അവരുടെ ആസ്വാദനത്തെ, അവരുടെ സിനിമ കാണാനുള്ള അവകാശത്തെ ഒട്ടും മര്യാദയില്ലാത്ത രീതിക്ക്, ബഹുമാനിക്കാത്ത രീതിക്കാണ് ഈ പറയുന്ന ആളുകൾ ഡീൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് ടോക്സിക് സിനിമയ്ക്കകത്ത് ഇന്റിമേറ്റ് സീൻസ് ഒക്കെ ഉണ്ടെന്ന് അറിഞ്ഞ് നിങ്ങൾ അത് അറിഞ്ഞുകൊണ്ട് പോകുന്നു. ഓക്കെ, നിങ്ങൾക്ക് എന്നിട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഇറങ്ങിപ്പോരും. അല്ലാണ്ട് മറ്റുള്ളവരുടെ സിനിമ കാണാനുള്ള അവകാശത്തെ ഇല്ലാണ്ടാക്കല്ല വേണ്ടത്. പിന്നെ ഇത് ആദ്യമായിട്ട് വരുന്ന സർട്ടിഫിക്കറ്റ് കിട്ടിയ മൂവി, അല്ലെങ്കിൽ ആദ്യമായിട്ടല്ലല്ലോ മലയാള സിനിമയിലോ, അല്ലെങ്കിൽ മലയാള സിനിമയല്ല, ലോക സിനിമയിലോ മറ്റു ഭാഷാ സിനിമകളിലോ ഈവൻ മലയാള സിനിമയിലാണെങ്കിൽ പോലും ഇന്റിമേറ്റ് സീൻസ് ഒന്നും ആദ്യമായിട്ടല്ലല്ലോ വരുന്നത്. അപ്പൊ എന്തുകൊണ്ടാണ് ടോക്സിക്കിന് മാത്രം ഇങ്ങനെ സംഭവിക്കുന്നത് ഇത്രയും കൂടുതലായിട്ട്? ഇപ്പൊ ഞാൻ ഇത്രയും വർഷമായിട്ട് സിനിമ കാണുന്നുണ്ട്. ഒറ്റയ്ക്ക് സിനിമ കാണാൻ പോവാറുണ്ട്, ഫ്രണ്ട്സിന്റെ കൂടെ പോവാറുണ്ട്, ഫാമിലിയുടെ കൂടെ പോവാറുണ്ട്. പക്ഷെ അവിടെ നിന്നൊന്നും കേൾക്കാത്ത രീതിക്കുള്ള കാര്യങ്ങൾ എനിക്ക് ഈ സിനിമയിൽ നിന്ന് കേൾക്കേണ്ടി വന്നുവെങ്കിൽ അതിന് മെയിൻ റീസൺ ഈ സിനിമ ഒരു ലേഡി സംവിധാനം ചെയ്തത് കൊണ്ട് തന്നെയാണെന്ന് എനിക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും. എനിക്ക് ഉറപ്പാണ് ആ കാര്യം. ഗീതു മോഹൻദാസ് എന്ന് പറയുന്ന ലേഡി സംവിധാനം ചെയ്ത സിനിമയ്ക്കകത്ത് ഇത്രയധികം ഇന്റിമേറ്റ് സീൻസ് വരുമ്പോഴാണ് ഈ പ്രശ്നം. പിന്നെ കുറേയൊക്കെ മലയാളികളുടെ ഉള്ളിലെ ആ ഒരു ഫ്രസ്ട്രേഷനും പിന്നെ ഈ പറയുന്ന കുറെ പെർവേഷനും കാര്യങ്ങളൊക്കെ വേറെ കിടക്കുന്നുണ്ട്. പക്ഷെ മെയിൻ റീസൺ ഗീതു മോഹൻദാസ് തന്നെയാണ്. അപ്പം
ഈ പറയുന്ന ഇന്റിമേറ്റ് സീൻസ് കണ്ടിട്ട് എനിക്ക് പ്രത്യേകിച്ച് ഒന്നും തോന്നിയിട്ടില്ല. എനിക്ക് പ്രത്യേകിച്ച് അത് കണ്ടിട്ട് കമന്റ് പറയാനോ അല്ലെങ്കിൽ ഈ പറയുന്ന വൃത്തികേടുകൾ വിളിച്ചു പറയാനൊന്നും തോന്നിയിട്ടില്ല. എനിക്ക് തോന്നാത്ത കാര്യം ഈ പറയുന്ന ആളുകൾക്കൊക്കെ തോന്നുന്നു എങ്കിൽ പ്രശ്നം അവർക്ക് എന്തോ പ്രശ്നമുണ്ട്. ഇത്തരം സിനിമകളെ അല്ലെങ്കിൽ സ്ത്രീ സംവിധാനം ചെയ്യുമ്പോഴൊക്കെ ഉള്ള എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്. ഇതിനകത്ത് ഗീതു മോഹൻദാസ് വ്യക്തമായിട്ടൊരു ഡയലോഗ് എഴുതി വെച്ചിട്ടുണ്ട്. ആണുങ്ങളുടെ ചിന്ത എന്ന് പറയുന്നത് അരയ്ക്ക് കീപ്പോട്ടാണെന്ന്. സത്യമായിട്ടും എനിക്ക് ആ തിയേറ്ററിനകത്ത് ഇരുന്നപ്പോൾ അത് തന്നെയാണ് തോന്നിയിട്ടുള്ളത്. കാരണം ഇന്റിമേറ്റ് സീൻസിലേക്ക് മാത്രം ചുരുങ്ങി 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 കുറെ പ്ലക്കൽ കോമഡികളും കുറെ അധികം തെറികളും അതും ഇതൊക്കെ വിളിച്ചു പറഞ്ഞ് ആ സിനിമയിൽ നിങ്ങൾ അത് മാത്രമേ കണ്ടിട്ടുള്ളൂ. ബാക്കിയുള്ളൊന്നും കാണാൻ ട്രൈ ചെയ്തിട്ടില്ല. ആ സിനിമയുടെ കഥ അറിയാൻ നിങ്ങൾ ട്രൈ ചെയ്തിട്ടില്ല, മനസ്സിലാക്കാൻ ട്രൈ ചെയ്തിട്ടില്ല, മുൻപോട്ട് പോകാൻ ട്രൈ ചെയ്യുന്നില്ല. ആ സിനിമ കാണാൻ വരുന്ന പ്രേക്ഷകരെ അതിനായിട്ട് നിങ്ങൾ സമ്മതിച്ചിട്ടുമില്ല. അപ്പോഴും നിങ്ങളുടെ ചിന്ത എന്താണ്? ആ സിനിമയ്ക്കകത്തുള്ള ഇന്റിമേറ്റ് സീൻസിൽ മാത്രമാണ്, അരയ്ക്ക് കീഴ്പോട്ട് മാത്രമാണ്.